ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം അതിലിങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് അത് ജീവിതത്തിലൊരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം. നമുക്ക് നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം. നമ്മൾ ഒരുപാട് അതിൽ അഡിക്റ്റഡ് ആയിട്ടിരുന്നാൽ നമുക്കൊരു ഗ്രോത്തും വരില്ല. അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ദൈവം തന്നെ ആ ഒരു കാര്യം എൻഡ് ആക്കി കളയും. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ചില അഡിക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളാകാം, അല്ലെങ്കിൽ ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ ഒക്കെ ആകാം. അതിൽ നമ്മളൊരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് അതിലിരിക്കാൻ ശ്രമിക്കും. അതായത് എനിക്കിതാണ് ഇഷ്ടം, എനിക്കിതേ ഇഷ്ടമുള്ളൂ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൈവമായിട്ട് ഒരു തീരുമാനമെടുക്കും. ഇത് അവർ തുടർന്നു പോയാൽ അവർക്കതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നഷ്ടമായ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറേ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതൊന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക. തീർച്ചയായിട്ടും അത് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള, ഏറ്റവും സന്തോഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിവിടെ നിങ്ങൾ കാണാതിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങളുടെ നഷ്ടങ്ങളിലേക്ക്. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്തയിൽ നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് തരത്തിൽ പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമായ ആൾക്കാർ, ജോലി സംബന്ധമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, പാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രം നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്കുള്ള നന്മകളിൽ ഒന്ന് നോക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കുക. നിങ്ങളുടെ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കാണുന്നില്ല. തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ചാരിയറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ളൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത എന്തോ ഒരു പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ എഫേർട്ട് എടുത്ത എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രതിഫലം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. ശരിക്കും നിങ്ങൾ കുറേയധികം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഈ സമയം തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ
നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയം അത് നിങ്ങൾക്ക് ഈ സമയം വരുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി ഈ സമയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉള്ളതെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ സമയം അവർ മനസ്സിലാക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, എന്തെല്ലാം കഴിവുകൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് പല കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റും. ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് മുന്നോട്ടൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനൊക്കെ പറ്റുന്നതായും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പറ്റുമെന്നൊരു വിശ്വാസമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ എന്തൊക്കെയോ കാര്യങ്ങൾ, ചിലപ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും, അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങളാവാം. അത് നഷ്ടപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾ അത് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാൽ പോലും അതിനെ മറികടക്കാൻ നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതെന്ത് കാര്യമായാലും അത് ആലോചിച്ച് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ എടുത്തു ചാടി ഈ സമയം ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക എന്നാണ്. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയോ ഒക്കെ നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ആ ഒരു ഉത്തരം അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം എന്ത് കാര്യത്തിനും ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ, നമ്മൾ ആക്ഷൻ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ആലോചിച്ച് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ ബുദ്ധിപൂർവ്വം നേരിടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. മറ്റുള്ളവരെ വളരെ സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നിങ്ങളിവിടെ മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വളരെയധികം സ്നേഹത്തോടെ വരാനും അവർ നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളോട് തുറന്നു പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് വന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് മാത്രമല്ല
നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് മറ്റുള്ളവർക്കൊരു തോന്നലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ തീർച്ചയായിട്ടും ഈ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം അത് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ സെൽഫ് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഒരുപക്ഷെ നമ്മളെ വേണ്ട വിധം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുക്കണം എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ഒരു സ്വയം തോന്നുന്നുണ്ടായിരിക്കാം, എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫ് ആണെന്നൊരു തോന്നൽ വേണം. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റാരും നമുക്ക് വേണ്ടി ചെയ്തു തരികയില്ല. അത് നമ്മൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സോളിനെ സന്തോഷിപ്പിക്കേണ്ട ആ ഒരു കടമ അത് നമുക്ക് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സമയം. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളെ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുമൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഹീലിംഗ് പവറുള്ള ഒരാളാണ്. കാരണം ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ ആ ഒരു ഹീലിംഗ് പവർ അത് നമുക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ 5 ഓഫ് കപ്സ് ആണ്. കാരണം പാസ്റ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നൊരു വ്യക്തിയാണ് അതിൽ കാണുന്നത്. നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർത്താകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്താകാം. ചിലപ്പോൾ അത് വ്യക്തികളാകാം, നിങ്ങളുടെ സമ്പാദ്യമാകാം. അത് എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയം ഹീൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഇവിടെ നമുക്ക് റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിലീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകൾ നിങ്ങൾ ഹീൽ ചെയ്ത് കളയണം എന്നുള്ളതാണ്. നിങ്ങളത് റിലീസ് ചെയ്യുക. നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വിഷമിപ്പിക്കുന്ന നിങ്ങളുടെ മോശം സാഹചര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലൊരു എൻഡിങ് ആണ് കാണുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണിത്. ഒന്നുകിൽ വീടോ വാഹനമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്ലാനിങ് ആണ് ഇതിൽ കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്ലാനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നൊരു എനർജിയാണിത്. നിങ്ങൾ എത്രമാത്രം ക്ഷമയോടെ ഇരുന്നോ ആ ക്ഷമയ്ക്കുള്ളൊരു പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. നിങ്ങൾ അടുത്തത് എന്താണ് എന്ന് ആലോചിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അത് കെയർഫുള്ളി നിങ്ങൾ ആലോചിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. നിങ്ങളൊരു യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണിത്. പിന്നെ ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറി
ഈ ഒരു ആയുധങ്ങളൊക്കെയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളുകളെ കീഴ്പ്പെടുത്താനുള്ള കാര്യങ്ങൾ അത് അനുഗ്രഹങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില വ്യക്തികളുടെ ചില രഹസ്യങ്ങളായിരിക്കാം. അതായത് നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്ന ഏതെങ്കിലും ചില വ്യക്തികളുടെ രഹസ്യങ്ങളായിരിക്കാം. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ശരിക്കും അത് ഉപയോഗിക്കണോ എന്ന് ആലോചിക്കുന്നുണ്ടാവാം. ഈ ഒരു ആയുധമെടുത്ത് അവർക്കെതിരെ പ്രയോഗിക്കണോ, അതായത് അവരോട് നീതിപൂർവം പെരുമാറണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ മറ്റൊരു മെസ്സേജ് കൂടി നൽകുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് എടുത്തു ചാടി ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ സമയം ചെയ്യരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു വ്യക്തികളോട് ഈ ഒരു സമയം നിങ്ങളുടെ സീക്രട്സ് അത് നിങ്ങൾ പറയാതിരിക്കുക. ആവശ്യമില്ലാതെ ഒരാളിനെയും ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് കയറ്റാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു ചതി പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് ചില ആൾക്കാർക്ക് മാത്രമുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഒരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളോട് അടുപ്പം കാണിക്കാൻ വരുന്ന ഒരു വ്യക്തി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് റെസ്റ്റ്ലെസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ടാവാം. ഒരു റെസ്റ്റും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഓടി നടന്ന് ചെയ്യേണ്ടി വന്നേക്കാം. കുറേ ആൾക്കാർ ഈ സമയം വളരെ ആക്റ്റീവായിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് ഒരു ക്ഷീണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കും, നല്ല ശ്രദ്ധയുണ്ടായിരിക്കും. അതായത് പെട്ടെന്നൊന്നും ഒരാളിന് നിങ്ങളെ ഈ സമയം പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിലൊരു സെലിബ്രേഷനാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ ഒരു വിവാഹത്തിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങിന് നിങ്ങൾ പങ്കെടുക്കുന്നതാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും നിങ്ങൾ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾക്ക് ഒരു ചെറിയ അനുഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ പോലും അതിന് നിങ്ങൾ നന്ദി പറയുക. ശരിക്കും നിങ്ങളിലേക്ക് വരുന്ന നന്മയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു വീടിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചില സാഹചര്യങ്ങൾ, ആ ഒരു വീട് പണിയാനുള്ള ചില അവസരങ്ങൾ, ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇതിൽ നിങ്ങളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയുക. കാരണം നമുക്കിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിങ് അവസാനിപ്പിക്കാം. പിന്നെ ഇവിടെ ഈഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇല്യൂഷൻ വേൾഡിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് പൂർണ്ണമായും നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ഈഗോ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ചില ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അത് വേണ്ടാന്ന് വെക്കുക. നമ്മളെപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഹാബിറ്റ്സ് അല്ലെങ്കിൽ അഡിക്ഷൻസ് ആയിരിക്കാം. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും ഒന്നാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക. അതായത് ഈ ഒരു കാര്യമാണ് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമ്മൾ ഇമോഷൻ കൊണ്ട് തീരുമാനമെടുത്ത് തോറ്റുപോയ ആളുകളായിരിക്കാം. ഇപ്പോൾ ഒരാളിനോടൊരു കാര്യം തുറന്നു പറയാൻ സാധിക്കാതെ, അതായത്
അവരെ അത് വിഷമിപ്പിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് പല കാര്യങ്ങളും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങളിവിടെ പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. മാത്രമല്ല നിങ്ങൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ചില സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചില സമയങ്ങളിൽ ശരിയാകുകയില്ല. കാരണം നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകില്ല. പക്ഷേ ഈ ഒരു സമയം ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടുള്ള ധാരണകൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ചില ആളുകളോട് പറയണം എന്നൊക്കെയുള്ള തീരുമാനം ഈ ഒരു സമയം നിങ്ങൾ എടുത്തേക്കാം. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പറയേണ്ടത് കൃത്യമായിട്ട് പറയണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഈ സമയം വരുമെന്നുള്ളതാണ്. അത് ആരോടായാലും നിങ്ങൾക്ക് അങ്ങനെയാണ്. എന്നാൽ അവരെ വേദനിപ്പിക്കാത്ത വണ്ണം കുറച്ച് ഹ്യൂമറസ് ആയിട്ട് നിങ്ങളത് അവതരിപ്പിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കാം എന്നൊരു തീരുമാനം നിങ്ങൾ ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്ട്രോങ് പേഴ്സൺ ആണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം ഒരു ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ചൊരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികാട്ടി നിങ്ങളുടെ സോൾ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വെറും തോന്നലുകളാക്കി അവഗണിക്കാതിരിക്കുക. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ വളർത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ്. നമുക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് തീർച്ചയായിട്ടും ഡിവൈൻ അത് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.